الزاهدين. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله.
أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم وبالوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما ولا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم इन आयात का तर्जुमा है कि ऐ वो लोगो ഈ വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാകുന്നു: വിശ്വസിച്ചവരെ, इंसाफ को मजबूती से कायम നിങ്ങൾ പരിപൂർണമായി നീതി പാലിക്കുന്നവരും അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാകുവിൻ. या वालदैन അത് നിങ്ങൾക്ക് തന്നെയോ के खिलाफ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ എതിരായിരുന്നാൽ പോലും. दोनों का अल्लाह ही निगहबान അയാൾ ധനികനോ ദരിദ്രനോ ആണെങ്കിൽ അള്ളാഹുവാണ് രണ്ടുപേരോടും കൂടുതൽ അവകാശപ്പെട്ടവൻ. अदल से അതിനാൽ നിങ്ങൾ സ്വേച്ഛയെ പിൻപറ്റരുത്. നിങ്ങൾ നീതി പാലിക്കുന്നതിന് വേണ്ടിയാണിത്. बात की या पहलू तही നിങ്ങൾ മറച്ചുവെക്കുകയോ तुम करते हो പിന്മാറുകയോ ചെയ്യുന്നതായാൽ खबर है നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ऐ वो लोगो जो ईमान लाए हो വിശ്വസിച്ചവരെ, मजबूती से निगरानी നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക. की दुश्मनी तुम्हें हरगिज इस बात पर आमादा न ഒരു സമുദായത്തോടുള്ള വിരോധം അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ എപ്പോഴും നീതി പാലിക്കുക. അത് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്തതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാണ്. വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവരോട് അവർക്ക് പാപപൂർത്തിയും മഹത്തായ പ്രതിഫലവും ഉണ്ടെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. मुखालिफीन इस्लाम वक्तन फक्तन ഇസ്ലാമിന്റെ വിരോധികൾ
സമയാസമയങ്ങളിൽ पर शिद्दत पसंदी ഇസ്ലാമിനും कीना മുസ്ലിങ്ങൾക്കുമേൽ गैर मुस्लिमों के लिए ഭീകര പ്രവർത്തനത്തിന്റെയും അമുസ്ലിങ്ങളെ സംബന്ധിച്ച് ഹൃദയത്തിൽ വിദ്വേഷവും വെറുപ്പും സംജാതമാക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. जो होता है दुनिया में ലോകത്ത് സംഭവിക്കുന്ന ഓരോ ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും तरफ से हुआ हो അത് മുസ്ലിങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവരോ या जो कार्रवाई അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ ജിഹാദിന്റെ പേരിൽ നാമധാരികളായ पसंद മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ ആയിക്കൊള്ളട്ടെ, करती हैं उन्हें इस्लामी तालीम की तरफ അതെല്ലാം തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങളായി ചിത്രീകരിക്കുന്നു. और आ हजरत सल्लल्लाहु अलैहि वसल्लम പിന്നീട് വിശുദ്ധ ഖുർആനെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെയും അങ്ങേയറ്റം അനാവശ്യവും മ്ലേച്ഛവുമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നു. से जमाने के इमाम ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ और आशिक കാലഘട്ടത്തിന്റെ ഇമാമും की जमात റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയുടെ ജമാഅത്തുമാണ് इल्जाम ഇസ്ലാം വിരോധികളുടെ कुरान करीम की ഓരോ ആരോപണത്തെയും रद्द करती है। വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഖണ്ഡിച്ചു കാണിക്കുന്നത്. जवाब दे ഓരോ അസഭ്യങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് ഇസ്ലാം വിരോധികൾക്ക് आईना दिखाती है। അവരുടെ ദർപ്പണം കാണിച്ചു കൊടുക്കുന്നു. हमारी तरफ से अलावा कुरान करीम की കൂടാതെ आयत के വിശുദ്ധ ഖുർആനിൽ നിന്ന് इस शिद्दत ഭീകര പ്രവർത്തനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് വിവിധ ആയത്തുകളും സമർപ്പിക്കുന്നു. की हैं ये भी ഞാനിപ്പോൾ പാരായണം ചെയ്ത ആയത്തുകളും അത്തരത്തിലുള്ള ആയത്താണ്. इस्लाम की इंसाफ ഇതിൽ ഇസ്ലാമിന്റെ इंतहाई നീതിയിൽ അധിഷ്ഠിതവും आला मायार की ഉന്നത നിലവാരത്തിലുള്ള അധ്യാപനങ്ങളുമാണ് വിവരിച്ചിരിക്കുന്നത്. ये ऐसी आला तालीम है कि हर इंसाफ ഇത് ഉത്തമമായ അധ്യാപനമാകുന്നു. इस तालीम को ഇത് കേൾക്കുന്ന എല്ലാ നീതിമാന്മാരും ഇതിനെ പ്രശംസിക്കാതിരിക്കില്ല. लेकिन साथ ही ये सवाल भी करता है എന്നാൽ അതോടൊപ്പം തന്നെ कि इस तालीम അവർ ചോദിക്കുന്നത് अमल कहाँ है। ഈ അധ്യാപനത്തെ जो लोग ആരാണ് പ്രാവർത്തികമാക്കുന്നത്? अफराद जमात के साथ ताल्लुक रखने वाले हैं ജമാഅത്ത് അംഗങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള गैर അമുസ്ലിങ്ങൾക്കറിയാം, और उन कहते भी हैं അവർ പൊതുവിൽ ഇങ്ങനെ പറയാറുമുണ്ട്, तुम्हारी जमात के अफराद में ശരി തന്നെ, इस तालीम ജമാഅത്ത് അംഗങ്ങളുടെ ഇടയിൽ अलग नजर आती है, ഈ അധ്യാപനത്തിന്റെ लेकिन तुम ക്ഷണപ്രഭ കാണാൻ സാധിക്കുന്നുണ്ട്. एक बहुत എന്നാൽ നിങ്ങൾ മുസ്ലിങ്ങളിലെ ന്യൂനപക്ഷ ജമാഅത്താണ്, വളരെ കുറച്ചുപേരെയുള്ളൂ. अमूमी तस्वीर तो हमें ഇസ്ലാമിന്റെ हमने तो मुसलमानों के दूसरे പൊതുവായ രൂപം ഞങ്ങൾക്ക് മറ്റു മുസ്ലിം സംഘടനകളാണ് കാണുന്നത്. अफराद जमात ഇവർക്ക് का वास्ता है अपने अपने അവരുമായി ബന്ധപ്പെട്ട ജമാഅത്ത് അംഗങ്ങൾ देते हैं തങ്ങളുടെ ബുദ്ധിക്കനുസൃതമായ നിലയിൽ മറുപടി നൽകുന്നു. पैरों पर इसका अच्छा असर പൊതുവിൽ അന്യരിൽ लेकिन हमें ഇതിന്റെ നല്ല സ്വാധീനവും ഉണ്ടാകുന്നു. होने की भी जरूरत है। എന്നാൽ നാം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവരായി മാറേണ്ടതുണ്ട്. സ്വന്തം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. पुरानी तालीम की रूह से വിശുദ്ധ ഖുർആന്റെ हजरत അധ്യാപനമനുസരിച്ചും के നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ मुखालफीन മാതൃക അനുസരിച്ചും की कोशिश करते हैं, നാം എതിരാളികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. काफी हद तक कामयाब भी हो जाते ഒരു പരിധിവരെ നമുക്കതിൽ വിജയവും ലഭിക്കുന്നുണ്ട്. हैं कि अब दुनिया में അക്കാരണത്താൽ अखबारों में लिखने वाले ലോകത്തിലെ जब भी इस्लाम വിവിധ പത്രങ്ങളിൽ എഴുതുന്നവർ ഇസ്ലാമിനെ സംബന്ധിച്ച് എഴുതുമ്പോഴൊക്കെ തന്നെ बगैर नाम ചിലപ്പോൾ പേരെടുത്തു പറഞ്ഞുകൊണ്ടും മറ്റു ചിലപ്പോൾ പേരെടുത്തു പറയാതെയും എഴുതുന്നു. के इस्लाम में एक अकलियती जमात है പൊതുവിൽ മുസ്ലിങ്ങളിൽ കാണുന്ന इस शिद्दत पसंदी के ഭീകര പ്രവർത്തനത്തെ എതിർക്കുന്ന मुसलमान ഒരു ന്യൂനപക്ഷ വിഭാഗം ഇസ്ലാമിലുണ്ട്. और ये जमात है जो इंसाफ को दुनिया में ഈ പ്രസ്ഥാനം करना चाहती है ലോകത്ത് നീതി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. और ये दावा भी करती है कि इस्लाम കൂടാതെ की तालीम पर ഇസ്ലാമിന്റെ अमल करने യഥാർത്ഥ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കുന്നവർ തങ്ങൾ മാത്രമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. गैरों के जमात के हक में ऐसे ജമാഅത്തിനെ സംബന്ധിച്ചുള്ള
അന്യരുടെ और जब ഇത്തരത്തിലുള്ള അവലോകനം കേൾക്കുമ്പോൾ गैर मुस्लिमों के सामने അമുസ്ലിങ്ങളുടെ മുന്നിൽ ഇസ്ലാമിന്റെ पेश करता हूँ സുന്ദര അധ്യാപനങ്ങൾ സമർപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നാം എത്രത്തോളം तो जो पैदा होती है ഈ कि അധ്യാപനത്തെ अपने जायजे लेने की जरूरत है, പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന ചിന്തയുമുണ്ടാകുന്നു. इस तालीम पर अमल कर रहे हैं. നമുക്ക് ആത്മപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ടെന്നതിലേക്ക് ശ്രദ്ധ തിരിയുന്നു. നാം ലോകത്തിനു മുന്നിൽ ഈ മനോഹര അധ്യാപനം സമർപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി ആരോപണം ഉന്നയിക്കുന്നവരുടെ വായടപ്പിക്കുക മാത്രമാണോ ചെയ്യുന്നത്? यही तो नहीं, और इसी को काफी समझते हैं. ഇത്രമാത്രം മതിയെന്ന് നാം കരുതുകയാണോ? और दुनिया സമയം വരുമ്പോൾ तो इस तालीम का ലോകത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഈ किसी भी जमात की ഉത്തമ അധ്യാപനം നമ്മളിൽ കാണാതിരിക്കുമോ? या किसी बात की सदाकत का सबूत उस वक्त मिलता है സ്വന്തം വ്യക്തിത്വത്തെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ സംജാതമാകുമ്പോൾ जो हमें मुश्किल में നമ്മിൽ നിന്ന് ഓരോരുത്തരും സ്വന്തം വ്യക്തിത്വത്തെ പ്രയാസത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്കായി അവന്റെ അധ്യാപനങ്ങളും കൽപ്പനകളും അനുസരിച്ച് रजा की പ്രാവർത്തികമാക്കുന്നവരാകുമ്പോഴാണ് ഒരു ജമാഅത്തിന്റെ സത്യതയെക്കുറിച്ചുള്ള അറിവ് बात पर അല്ലെങ്കിൽ ഏതെങ്കിലും സത്യത്തിനുള്ള തെളിവ് ലഭിക്കുന്നത്. और इस मयार का अमल करने वाला हो कि उस अमल करते हुए उस हालत से कामयाब होकर निकले. അതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ അവസ്ഥയിൽ നിന്നും വിജയിച്ചു പുറത്തുവരുന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതും അനിവാര്യമാകുന്നു. അല്ലെങ്കിൽ പ്രവർത്തനമില്ലാതെ അധ്യാപനങ്ങളുടെ സൗന്ദര്യത്തെ പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രം तो मिनहसुल जमात ഒരു सूरत नहीं बना देता. कई गैर ജമാഅത്ത് മനോഹരമാകുന്നില്ല. हैं जो അന്യരുടെ മുന്നിൽ ഈ അധ്യാപനം സമർപ്പിക്കുന്ന तालीम पेश करते होंगे, പല लेकिन അനഹമ്മതികളും ഉണ്ടാകാം. उनका എന്നാൽ इस तालीम को ഇസ്ലാമിന്റെ इस्लाम की खूबसूरती സൗന്ദര്യത്തിനു തെളിവായി पेश करना അവർ ഈ അധ്യാപനങ്ങളെ സമർപ്പിക്കുന്നത് सिर्फ उनकी जात को शायद കേവലം അവരുടെ गैर मुस्लिमों के വ്യക്തിത്വത്തെ उनकी नजर में अच्छा बनाता ആ മുസ്ലിങ്ങളുടെ മുന്നിൽ और वो उस നല്ലതാക്കുമായിരിക്കാം. अखलाक की वजह से या ആ വ്യക്തിയും ആ വ്യക്തിയുടെ സ്വഭാവം കാരണത്താൽ एतराज നല്ല ബന്ധമുള്ള കാരണത്താൽ മതത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. को यह याद रखना എന്നാൽ ഒരു അഹമ്മദി ഓർത്തിരിക്കേണ്ടത് इस्लाम की खूबसूरत അവർ ലോകത്ത് ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനം സമർപ്പിക്കുന്നതോടൊപ്പം और तो साथ ही अपना तारुफ एक अहमदी मुसलमान की हैसियत से करवा തന്റെ പരിചയം ഒരു അഹമ്മദി മുസ്ലിം എന്ന നിലയിലാണ് നൽകുന്നത്. ऐसे इंसान की हैसियत से करवाता है जो इस जमाने में इस्लाम की ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പുനരുദ്ധാരണത്തിന്റെ വാദവുമായി നിലകൊള്ളുന്ന വ്യക്തിയുടെ അനുയായിയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. का दावा लेकर खड़े होने वाले के पैरोकार हैं. इस बात का तारुफ ये करवाता है कि हम उस मसीह मऊद और मेहदी मऊद के मानने वाले हैं जो ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങളെ ലോകത്ത് സമർപ്പിക്കുന്നതിനായി വന്നിട്ടുള്ള മസീ മഊദിനെയും മഹദി മഊദിനെയും വിശ്വസിക്കുന്നവരായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. की तरफ से അദ്ദേഹം ഒരു ജമാഅത്ത് രൂപീകരിക്കുകയുണ്ടായി. इस्लाम की അഹമ്മദി खूबसूरत तालीम का बयान ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങളെ സമർപ്പിക്കുമ്പോൾ तारीख के काबिल അത് കേവലം ഒരു അഹമ്മദിയുടെ വ്യക്തിത്വത്തെ പ്രശംസാർഹരാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്, മറിച്ച് करने वाली ഒരു സമാധാനകാംക്ഷിയായ करने वाली നീതി നിലനിൽക്കുന്ന इस्लाम की സത്യത്തെ പ്രകടിപ്പിക്കുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തെ പ്രാവർത്തികമാക്കുന്ന ജമാഅത്തിന്റെ ചിത്രമാണ് उभरता है. മറ്റുള്ളവരുടെ മുമ്പിൽ പതിയുന്നത്. അങ്ങനെയാണ് ആകേണ്ടതും. और अगर कोई अहमदियों के कौल फेल में तजाद देखता है അഥവാ ഏതെങ്കിലും नहीं कहेगा അഹമ്മദിയുടെ സംസാരത്തിലും പ്രവർത്തനത്തിലും വൈരുദ്ധ്യം കാണുകയാണെങ്കിൽ ऐसा कुछ है, या उस ഇന്ന വ്യക്തി പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നുമാണെന്നും वो അല്ലെങ്കിൽ इंसाफ के तकाजे पूरे അയാളിൽ സത്യസന്ധത ഇല്ലെന്നോ അല്ലെങ്കിൽ അയാൾ നീതി പാലിക്കുന്നില്ലെന്നോ അല്ല പറയുക. മറിച്ച് ഉടൻ തന്നെ പറയുന്നത്, फलां अहमदी है, നോക്കൂ,
ഇന്നയാൾ അഹമ്മദിയാണ്. नेकियों के ये लोग बड़े करते हैं, വലിയ വലിയ വാദങ്ങളാണ് ഇവരുടേത്. अपने आप को बड़ा इंसाफ के ഇക്കാലഘട്ടത്തിൽ നീതി सारे इस जमाने में സ്ഥാപിക്കുന്നതിന്റെ ധ്വജവാഹകരായ ജമാഅത്താണെന്നാണ് ധരിക്കുന്നത്. എന്നാൽ जुल्मों में അതിന്റെ അനുയായികൾ ഇന്ന ഇന്ന അക്രമങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. लोगों के सामने जब അഹമ്മദികളോടൊപ്പം കച്ചവടത്തിൽ പങ്കാളികളായ जो अहमदियों के साथ जो कारोबार भी പല അനഹമ്മദികളും कारोबारी मसाइल उठते हैं, मुकदमे चलते അവരുടെ മുന്നിൽ കച്ചവട പ്രശ്നങ്ങൾ लिखते हैं, ഉടലെടുക്കുമ്പോഴും കേസ് വരുമ്പോഴും അവരെനിക്ക് എഴുതുന്നത് ഇന്ന വ്യക്തി അഹമ്മദിയായിരുന്നു, ഞങ്ങൾ അവരിൽ വിശ്വാസമർപ്പിച്ചു, और ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. इंसाफ की से जो गवाही देनी चाहिए वो नहीं वो दे रहा, इंसाफ करते हुए സത്യസന്ധമായ സാക്ഷ്യം പറയുന്നില്ല, वो नहीं अदा। നീതിയിൽ അധിഷ്ഠിതമായി എനിക്ക് നൽകേണ്ട അവകാശം നൽകുന്നില്ല. बस एक अहमदी अपने अमल से അങ്ങനെ ഒരഹമ്മദി തന്റെ കർമ്മങ്ങൾ കൊണ്ട് അഹമ്മദിയ ജമാഅത്തിന്റെ ये तस्वुर खराब कर रहा होता है, ये गलत ഒരു സങ്കല്പത്തെ തന്നെ നശിപ്പിക്കുകയാണ്. जमात की बदनामी का बायस बन रहा होता है, ഒരു ദുഷ്പ്രഭാവം ചെലുത്തിക്കൊണ്ട് ജമാഅത്തിന്റെ ദുഷ്പേരിന് കാരണക്കാരനാകുന്നു. वो ज्यादा गुनाहगार ठहरता है। അവരുടെ വാദം ഒന്നും പ്രവൃത്തി മറ്റൊന്നുമായതിനാൽ കൂടുതൽ और अमल कुछ और है। പാപിയായിത്തീരുന്നു. ये फिक्र हज़रत मसीह मौऊद अलैहिस्सलाम को भी थी ഈ ഒരു ചിന്ത ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഉണ്ടായിരുന്നു. कि हमारी तरफ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, फिर हमें बदनाम न करो। നമ്മുടെ ജമാഅത്തിലുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുഷ്പേരുണ്ടാക്കരുത്. आपके अल्फाज का मैंने बयान किया है, यानी किसी അദ്ദേഹത്തിന്റെ വാക്കുകളുടെ സംക്ഷിപ്തമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും അദ്ദേഹത്തിന്റെ ജമാഅത്തിനും मसीह मौऊद अलैहिस्सलाम ദുഷ്പേരുണ്ടാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഒരു അഹമ്മദിൽ നിന്നും ഉണ്ടാകരുത്. इन आयात में जो बातें बयान की गई हैं ഈ ആയത്തുകളിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളെ എല്ലാ നിലക്കും പ്രാവർത്തികമാക്കേണ്ടത് അനിവാര്യമാകുന്നു. बातें അപ്പോൾ മാത്രമേ फितरत का हिस्सा ഈ കാര്യങ്ങൾ बुराइयों से रोकने वाली बात പ്രകൃതത്തിന്റെ ഭാഗമായിക്കൊണ്ട് തിന്മകളിൽ നിന്ന് തടയുന്നവയാകുകയുള്ളൂ. रहता है कि हमारे अमल क्या होने നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തരത്തിലുള്ളതായിരിക്കണം എന്ന ചിന്ത എല്ലാ അവസ്ഥയിലും ഉണ്ടായിരിക്കേണ്ടതാണ്. चाहिए। गलत काम, बेइंसाफी, അഥവാ ഇക്കാര്യങ്ങളെ പ്രാവർത്തികമാക്കുകയും दूसरे को नुकसान ഇവ പ്രകൃതത്തിന്റെ ഭാഗമാകുകയും ചെയ്താൽ ഒരിക്കലും ഒരു തരത്തിലുള്ള തിന്മയോ അനീതിയോ സത്യത്തിൽ നിന്ന് അകൽച്ചയോ മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കാനുള്ള ചിന്തയോ മനുഷ്യനിൽ ഉണ്ടാകുന്നതല്ല. खूबसूरत അതിനാൽ അള്ളാഹുവിന്റെ इस्लाम की സുന്ദരമായ അധ്യാപനങ്ങളുടെയും उस वक्त होगा ഇസ്ലാമിന്റെ മനോഹര ചിത്രത്തിന്റെയും പ്രകടനമുണ്ടാകുന്നത് हर सतह पर ഓരോ അഹമ്മദിയും तालीम का എല്ലാ നിലയിലും ഈ അധ്യാപനത്തെ തന്റെ കർമ്മങ്ങളിലൂടെ വെളിപ്പെടുത്തുമ്പോഴാണ്. इन आयात में बयानशुदा मायारों के असूल की ഈ ആയത്തുകളിൽ हर सतह വിവരിച്ചിട്ടുള്ള നിലവാരം കരസ്ഥമാക്കുന്നതിനുള്ള ശ്രമം എല്ലാ നിലയിലും ഉണ്ടായിരിക്കണം. സ്വന്തം വീടുകളിലും സ്വന്തം സമൂഹത്തിലും സ്വന്തക്കാരോടും അന്യരോടും ताल्लुकात में होनी चाहिए, ശത്രുക്കളോടുമുള്ള ബന്ധത്തിൽ അത് പ്രകടമാകണം. मोमिन हम बन सकते हैं। അപ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ സാധിക്കുകയുള്ളൂ. साथ जुड़ने के दावे और അപ്പോൾ മാത്രമേ ഈ കാലഘട്ടത്തിന്റെ ഇമാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന വാദത്തിലും വിശ്വാസത്തിലും നാം സത്യവാന്മാരാകുകയുള്ളൂ. और हज़रत मसीह मौऊद अलैहिस्सलाम അല്ലായെങ്കിൽ നമ്മുടെ വാദം പൊള്ളയായിരിക്കും. से നമ്മെ സംബന്ധിച്ചിട്ടുള്ള ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിന്തയെ, बदनाम न करने वाले അതായത് ദുഷ്പേരുണ്ടാക്കുന്നവരാകരുത് എന്ന ചിന്തയെ വർദ്ധിപ്പിക്കുന്നവരായിത്തീരും. हमें कोशिश करनी चाहिए कि आप अलैहिस्सलाम അതിനാൽ ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ചിന്തയെ ലഘൂകരിക്കുന്നവരായി മാറാൻ നാം ശ്രമിക്കണം. പ്രത്യുത ആ ചിന്തയെ ഇല്ലാതാക്കുന്നവരായി മാറേണ്ടതാണ്. ये कि हमारे हर मामले में ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ആദ്യ കൽപ്പന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സാക്ഷ്യം അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുഗുണമായിരിക്കണം. ये ख्याल ना आए ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നൽകാൻ പോകുന്ന സാക്ഷ്യത്തിന്റെ ഫലമായി उससे किसी कोई जाती मुफाद हासिल करना, എനിക്കെന്തെങ്കിലും വ്യക്തിഗത ഗുണം ലഭിക്കണം എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാകരുത്. മറിച്ച് എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തിയാണ് കരസ്ഥമാക്കേണ്ടത് എന്ന ഒരൊറ്റ ചിന്തയെ ഉണ്ടാകാൻ പാടുള്ളൂ.
അള്ളാഹുവിനെ മാത്രമേ തൃപ്തിപ്പെടുത്തേണ്ടതുള്ളൂ. പിന്നീട് പറയുന്നു, साफ के ഇത് കരസ്ഥമാക്കുന്നത് നീതിയുടെ ഉന്നത നിലവാരം പുലർത്തുന്നതിലൂടെയാകുന്നു. നീതിയുടെ ഉന്നത നിലവാരം हो ही नहीं सकता। സത്യത്തിൽ ഉറച്ചു നിൽക്കാതെ സാധ്യമല്ല. हजरत सल्लल्लाहु अलैहि वसल्लम के इस हुक्म पर സ്വന്തമായി എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക എന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രാവർത്തികമാക്കുന്നതിലൂടെയല്ലാതെ സാധ്യമല്ല. कि हमारा हक, നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കാൻ നാം ശ്രമിക്കുന്നു. हमारी हक तलफी हो रही है, എവിടെയെങ്കിലും അല്പം നമ്മുടെ അവകാശധ്വംസനമുണ്ടാകുകയാണെങ്കിൽ നാം ബഹളം കൂട്ടാൻ തുടങ്ങുന്നു. എന്നാൽ മറ്റുള്ളവരുടെ അവകാശത്തിന്റെ കാര്യം വരുമ്പോൾ എന്തെങ്കിലും ഒഴികഴിവ് അന്വേഷിക്കുന്നു. अगर इंसाफ സ്വന്തം കാര്യത്തിനായി तो हम इंसाफ നീതിയുടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നീതി നിലനിർത്തുന്നതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ ഖുർആനിക കൽപ്പനകളും തീരുമാനം കൽപ്പിക്കുന്നതിന് മുമ്പിൽ സമർപ്പിക്കുന്നു. വളരെ ശ്രമപ്പെട്ട് ഹദീസുകൾ ചികഞ്ഞ് वाले से हक तलफी करने वाले और फैसला करने അത് കേൾപ്പിച്ചുകൊണ്ട് അവകാശധ്വംസനം നടത്തുന്നവരിലും തീരുമാനം കൽപ്പിക്കുന്നവരിലും ദൈവഭയം സംജാതമാക്കുന്നു. वाले इक़्तिबासात पेश करते ഹദരത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികൾ കേൾപ്പിക്കുന്നു. എന്നാൽ നീതിയിൽ നിലയുറപ്പിച്ചുകൊണ്ട് की गवाही का मुतालबा സത്യസാക്ഷ്യം പറയുവാനായി നമ്മോട് ആവശ്യപ്പെടുമ്പോൾ देने के बजाय, സത്യം പറയുന്നതിന് പകരമായി हक बात कहने के बजाय पेशदार और उलझी हुई बातें करके मामले കുഴഞ്ഞുമറിഞ്ഞ ചിന്താകുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ച് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതിനോ അല്ലെങ്കിൽ തീരുമാനത്തെ തനിക്ക് അനുകൂലമാക്കുന്നതിനോ അല്ലെങ്കിൽ തന്റെ സ്വന്തക്കാർക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനോ ശ്രമിക്കുന്നു. ഇത് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് യോജിച്ചതല്ല. हुक्म है ഒരു യഥാർത്ഥ വിശ്വാസിക്ക് നൽകപ്പെട്ടിട്ടുള്ള കൽപ്പന അള്ളാഹുവിന്റെ തൃപ്തിയെ മുന്തിക്കുകയും മറ്റെല്ലാ കാര്യങ്ങളെയും അതിന് കീഴിലാക്കുകയും ചെയ്യുക എന്നതാണ്. जब इतनी जरूरत पैदा हो जाए തനിക്കെതിരിലും സാക്ഷ്യം പറയുന്നതിന് പോലും മടിക്കാത്ത ധൈര്യം ഉണ്ടാകുമ്പോഴാണ് ഇത് സാധ്യമാകുക. गुरेज न करे, इसकी कुछ भी परवाह ना हो कि अगर हक बात സത്യം പറഞ്ഞതുകൊണ്ടോ സത്യസാക്ഷ്യം നൽകിയതുകൊണ്ടോ താൻ സ്വയം खुद कितनी मुश्किलात में गिरफ्तार हो सकता हूँ। എത്ര വലിയ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടേക്കാം. मेरे बच्चे അല്ലെങ്കിൽ തന്റെ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ തന്റെ മക്കൾക്കോ എതിരായി സാക്ഷ്യം പറയുകയാണെങ്കിൽ അവർ പ്രയാസത്തിൽ അകപ്പെട്ടേക്കാം എന്നതിനെ അല്പം പോലും വകവെക്കരുത്. या बच्चों या अजीजों അല്ലെങ്കിൽ തന്റെ മാതാപിതാക്കൾക്കോ സ്വന്തക്കാർക്കോ गवाही സ്നേഹിതർക്കോ എതിരുള്ള സാക്ഷ്യം മുഖേന എനിക്കെന്തെങ്കിലും പ്രയാസം നേരിട്ടേക്കാം എന്നതിനെ തീരെ വില കൽപ്പിക്കരുത്. कि हक बात पर कायम रहने के लिए, സത്യത്തിൽ നിലനിൽക്കാൻ, इंसाफ पर कायम रहने के लिए നീതിയിൽ നിലനിൽക്കാൻ अपने माहौल നമുക്ക് और अपने अजीजों നമ്മുടെ ചുറ്റുപാടിന്റെയും की നമ്മുടെ സ്വന്തക്കാരുടെയും की भी मोल लेनी അനിഷ്ടം സമ്പാദിക്കേണ്ടി വന്നാലും അതിനു തയ്യാറായിരിക്കത്തക്ക മനോനിലയാണ് നമ്മുടേതാകേണ്ടത്. इमारती അള്ളാഹു പറയുന്നു, तुम्हारे फायदे या नुकसान तुम्हारी നിങ്ങളുടെ ഗുണമോ ദോഷമോ നിങ്ങളുടെ കൗശലങ്ങളും കള്ളസാക്ഷ്യങ്ങളും നീതിയിൽ നിന്ന് അകന്നതുകൊണ്ടല്ല, മറിച്ച് बल्कि अल्लाह ताला के फजलों पर मुनहसिर हैं। ये മറിച്ച് ഗുണവും ദോഷവും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ലഭിക്കും. നിങ്ങളുടെ പരിശ്രമം നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. കള്ളസാക്ഷ്യം നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. हाँ, एक आर्जी दुनियावी फायदा तो हो सकता है, താൽക്കാലികമായ ഭൗതിക ഗുണം ലഭിച്ചേക്കാം. എന്നാൽ അതിനുശേഷം അള്ളാഹുവിന്റെ അനിഷ്ടം കാരണത്താൽ അതിന്റെ ദോഷം സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. फरमाया कि इसलिए പറയുന്നു, അതിനാൽ और उसी का അള്ളാഹുവിനെ മിത്രമാക്കുക, അവന്റെ സാമീപ്യം കരസ്ഥമാക്കുക, इंसाफ के तकाजे എപ്പോഴും साफ നീതിയുടെ വ്യവസ്ഥയെ പൂർത്തിയാക്കുന്നതിനായി സുതാര്യവും വ്യക്തവുമായ കാര്യങ്ങൾ പറയുക. आइली मामलात में भी, घरेलू मामलात, സ്വന്തം കുടുംബകാര്യങ്ങളിലും मुआशरत വീട്ടുകാര്യങ്ങളിലും സാമൂഹിക പ്രശ്നങ്ങളിലും सच्चाई को हमेशा ഭൗതിക ഇടപാടുകളിലും इंसाफ എപ്പോഴും സത്യത്തെ മുറുകെ പിടിക്കുക, നീതി നിലനിർത്തുന്നതിനായി ശ്രമിക്കുക. पैरवी कर തങ്ങളുടെ സ്വേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് से
दूर जाने की നീതിയിൽ നിന്നും ന്യായത്തിൽ നിന്നും അകലുന്നതിന് പകരമായി बातें करके मामले അതും ഇതും പറഞ്ഞ് പ്രശ്നത്തെ സങ്കീർണമാക്കുന്നതിനു പകരമായി की बजाय സത്യസാക്ഷ്യത്തെ മറച്ചുവെക്കുന്നതിനു പകരമായി और अल्लाह ताला को नाराज करने के बजाय അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിക്കുന്നതിനു പകരമായി എപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിയെ തന്റെ ലക്ഷ്യമായി കരുതേണ്ടതാണ്. मसीह मौद अलैहिस्सलाम का जिंदगी का ഹദത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ जहाँ ഡൽഹിയിലെ ഒരു സംഭവമുണ്ട്. അവിടെ അദ്ദേഹത്തിന് സാക്ഷ്യം നൽകേണ്ടി വന്നു. जमींदारी का मामला था और ഭൂമി ഇടപാടിന്റെ പ്രശ്നമായിരുന്നു. झगड़ा था दरख्तों का. കൃഷിക്കാർക്കിടയിൽ വൃക്ഷങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നമായിരുന്നു. जानते थे कि मसीह मौद अलैहिस्सलाम ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും സത്യസന്ധമായ സാക്ഷ്യമേ പറയുകയുള്ളൂ എന്നവർക്കറിയാമായിരുന്നു. का और എന്നാൽ खानदान की जदाद का അദ്ദേഹത്തിന്റെ പിതാവിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള പ്രശ്നമായിരുന്നു. दरख्तों की मलकियत का मामला था. ഭൂമിയുടെ പ്രശ്നമായിരുന്നു. വൃക്ഷങ്ങളുടെ ഉടമസ്ഥതയുടെ പ്രശ്നമായിരുന്നു. बुलाया गया അദ്ദേഹത്തെ വിളിപ്പിച്ചപ്പോൾ के सामने यही कहा അദ്ദേഹം ജഡ്ജിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്, എന്റെ അഭിപ്രായത്തിൽ സത്യം അവരുടെ ഭാഗത്താണ്, हक मिलना चाहिए. അവർക്ക് ആ അവകാശം ലഭിക്കേണ്ടതാണ് എന്നാണ്. खानदान वाले आप തൽഫലമായി അദ്ദേഹത്തിന്റെ പിതാവും കുടുംബക്കാരും അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് സത്യമായി തോന്നിയത്, യഥാർത്ഥമായി തോന്നിയത് ഞാൻ സാക്ഷ്യം പറഞ്ഞു എന്നാണ്. और ये मयार हैं കാലത്തിന്റെ ഇമാം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച നിലവാരമാണിത്. ഈ നിലവാരം അനുസരിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത്. जिनको हासिल करने की ഈയൊരു നിലവാരം हजरत सल्लल्लाहु अलैहि കരസ്ഥമാക്കുന്നതിനായിട്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നിഷ്കർഷിച്ചിരിക്കുന്നത്. वसल्लम फरमाता है याद रखो कि तुम्हारी झूठ പറയുന്നു, ഓർത്തുകൊള്ളുക, നിങ്ങളുടെ കള്ളസാക്ഷ്യം കൊണ്ട് को तो धोखा दे सकते हो. നിങ്ങൾക്ക് ലോകരെ വഞ്ചിക്കാൻ സാധിക്കുന്നതാണ്, എന്നാൽ അള്ളാഹുവിനെ വഞ്ചിക്കാൻ സാധിക്കില്ല. अल्लाह പറയുന്നു, बिमा तामलून खबीर. ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. और हर നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും കാര്യങ്ങളെയും സംബന്ധിച്ച് അറിവുള്ളവനാണ്. एक तरफ ये दावा അവനിൽ നിന്നും ഒന്നും മറച്ചുവെക്കാൻ സാധിക്കില്ല. मुआशरे में അതിനാൽ ഒരു ഭാഗത്ത് നമ്മുടെ വാദം നാം സമൂഹത്തിൽ ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു, हदायत के സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിൽ നേർമാർഗം കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതും मामूली दुनियावी फायदों के लिए तजाद മറുഭാഗത്ത് നമ്മുടെ സംസാരത്തിലും പ്രവർത്തനത്തിലും നിസാര ഭൗതിക ഗുണത്തിനായി വൈരുദ്ധ്യമുള്ളതുമാണെങ്കിൽ നാം സത്യത്തിൽ നിലനിൽക്കുന്നവരല്ല, നീതിയെ സ്ഥാപിക്കുന്നവരല്ല, अमन और सलामती को फैलाने वाले ശാന്തിയും സമാധാനവും പരത്തുന്നവരല്ല, മറിച്ച് സമൂഹത്തിലെ का हिस्सा बन रहे हैं. കലഹങ്ങളിലെയും പ്രശ്നങ്ങളിലെയും ഭാഗമായി തീരുന്നതാണ്. बस एक मोमिन का അതിനാൽ जुल्म के खिलाफ അക്രമത്തിനെതിരായി दावा ഒരു വിശ്വാസിയുടെ ശബ്ദം जुल्म रोकने का दावा ഉയരുന്നതാണെന്ന വാദം, हो सकता है. അക്രമം തടയുന്നതാണെന്ന വാദം യഥാർത്ഥമാകുന്നത് मयार അവർ നീതിയുടെ ഉന്നത നിലവാരം സ്ഥാപിക്കുമ്പോഴാണ്, कायम करता है. സത്യത്തിന്റെ ഉന്നത നിലവാരം സ്ഥാപിക്കുമ്പോഴാണ്. अपनी गवाहियों को खुदा ताला के हकाम തങ്ങളുടെ സാക്ഷ്യങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അതീതമാക്കുക. अल्लाह ताला हमारे ये അള്ളാഹു किन बुलंदी നമ്മുടെ നിലവാരത്തിന്റെ ഔന്നിത്യം इसके लिए കാണാൻ ആഗ്രഹിക്കുന്നു. सूरह मायदा में അതിനായി आयत तिलावत की है. നാം പാരായണം ചെയ്ത സൂറ മായിദയിലെ ആയത്തിൽ പറയുന്നു, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ഈ ചെറിയ उसी में സമൂഹത്തിൽ മാത്രം कायम करने के लिए ना हो, നീതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാകരുത്, മറിച്ച് നിങ്ങളുടെ ശത്രുവും നിങ്ങളിൽ നിന്ന് നീതി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ करना चाहें तो भी इंसाफ का हासिल करने वाले അവർക്ക് നീതി ലഭിക്കേണ്ടതാണ്. कि तुम നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് സത്യവും യഥാർത്ഥവുമാണെന്ന ദൃഢവിശ്വാസം അവരിൽ ഉണ്ടായിരിക്കണം. दुश्मन पर ये जाहिर कर दो അതായത് कि एक मोमिन हर काम ഒരു വിശ്വാസി तकवा पर എല്ലാം തന്നെ करता है, ദൈവഭക്തിയിൽ खुदा ताला की നിലനിന്നുകൊണ്ട് रजा के हसूल के लिए करता है. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായിട്ടാണ് ചെയ്യുന്നത് എന്ന് അവരിൽ വെളിപ്പെടുത്തുക. दूर नहीं हटा सकते. ആരുടെയെങ്കിലും ശത്രുത നമ്മെ നീതിയിൽ നിന്നും സത്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നതല്ല. इसी पाक है. നമ്മുടെ ഹൃദയം तो ये ऐलान ശത്രുതയിൽ നിന്നും പരിശുദ്ധമാണ്. നമുക്കാരോടും വെറുപ്പോ ശത്രുതയോ ഇല്ലെന്ന് നാം വിളംബരപ്പെടുത്തുന്നു. दुश्मन के दिल
उसके कीने എന്നാൽ ശത്രുവിന്റെ മനസ്സിലുള്ള വിദ്വേഷവും വെറുപ്പും ശത്രുതയും इस बात की तरफ തെറ്റായ നിലയിൽ माइल नहीं करेगी അവർക്ക് നഷ്ടം വരുത്തിവെക്കുന്നതിനായി उसे നീതിയിൽ അധിഷ്ഠിതമല്ലാത്ത കാര്യം പറയുന്നതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നതാകരുത്. ये खूबसूरत तालीम है जो हम ഈ ഒരു മനോഹരമായ അധ്യാപനമാണ് അന്യർക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് इस्लामी तालीम അവരിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ സവിശേഷതകൾ വെളിപ്പെടുത്താൻ वो നാം ശ്രമിക്കുന്നത്. हमारी बातें सुनकर അവർ इस्लाम के बारे നമ്മുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാമിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. में चाहिए അതിനാൽ നാം എപ്പോഴും ഓർക്കേണ്ടത് बेशक दुनिया को हमारी നമ്മുടെ വാക്കുകൾ ലോകരെ നമ്മിലേക്ക് ആകർഷിക്കുന്നുണ്ടാകാം, सच्ची गवाही എന്നാൽ देते हैं സത്യസാക്ഷ്യം പറയുന്നതാണെന്ന നമ്മുടെ വാക്കുകൾ, നീതി സ്ഥാപിക്കുന്നതിനാണെന്ന നമ്മുടെ വാക്കുകൾ, हमारी मुआशरे സമൂഹത്തിൽ നിന്നും दूर करने की ശത്രുതയെ ഉന്മൂലനം ചെയ്യുന്നതാണെന്ന നമ്മുടെ വാക്കുകൾ, का पैगाम पहुंचाने की बातें ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം എത്തിക്കുന്നതാണെന്ന നമ്മുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ ലോകത്തെ നമ്മിലേക്ക് ആകർഷിക്കുന്നത് നമ്മുടെ പ്രവർത്തന മാതൃകയും അതിനനുഗുണമാകുമ്പോഴാണ്. बस अल्लाह ताला ने एक बहुत बड़ी जिम्मेदारी हम पर डाली है, ये फरमाकर कि कवाम बनकर खड़े हो जाओ, ചുരുക്കത്തിൽ इंतहाई गहराई में जाकर കവ്വാമായിക്കൊണ്ട് നിലകൊള്ളുക इंतहाई गहराई എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. കവാമിന്റെ അർത്ഥം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിരന്തരമായും സ്ഥിരമായും यहाँ क्योंकि പരിശ്രമിച്ചുകൊണ്ട് നീതി നിലനിർത്തുക. इंसाफ के तमाम ഇവിടെ നീതിയുടെ കാര്യമാണ് പരാമർശിച്ചിരിക്കുന്നത്. അതിനാൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നീതിയുടെ എല്ലാ ആവശ്യങ്ങളെയും പൂർത്തിയാക്കുക. പിന്നീട് നിരന്തരമായും സ്ഥിരതയോടും കൂടി അത് സ്ഥാപിക്കുവാനായി പരിശ്രമിക്കുക. और मुसलसल ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള കഠിനവും നിരന്തരവുമായ പരിശ്രമ ഫലമായിട്ടാണ് ലോകത്ത് നീതി സ്ഥാപിതമാകുന്നതും ശാന്തിയും സമാധാനത്തിന്റെയും സന്ദേശം ലോകത്ത് ലഭിക്കുന്നതും. इंसाफ അതിനാൽ ഇന്ന് सच्चाई को फैलाने ലോകത്ത് നീതി സ്ഥാപിക്കാനും സത്യത്തെ പ്രചരിപ്പിക്കാനും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ജാമ്യമാകുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായും അതിസങ്കീർണമായ വശങ്ങളെ പരിഗണിച്ചുകൊണ്ടും एक हकीकी अहमदी का काम है, ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ജോലിയാണ്, ഒരു യഥാർത്ഥ അഹമ്മദിയുടെ ജോലിയാണ്. मुसलमानी है, ഈ കാലഘട്ടത്തിൽ दावे का इजहार ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ വിശ്വാസി എന്ന വാദം പ്രകടിപ്പിക്കുന്നത് അഹമ്മദി മുസ്ലിങ്ങൾ മാത്രമാണ്. जमाने के इमाम को मानना है, കാരണം നാം കാലത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചിരിക്കുന്നു. इस्लाम की കാരണം तालीम से हमने നാം ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തെ आगाही हासिल की है, മനസ്സിലാക്കിയിരിക്കുന്നു. और सिर्फ ज़ौकी और इल्मी आगाही കാലത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചുകൊണ്ട് जमात की വെറും താല്പര്യത്തിനു വേണ്ടി മാത്രം അള്ളാഹുവിന്റെ കൽപ്പനകളെ സംബന്ധിച്ചുള്ള അറിവ് കരസ്ഥമാക്കുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് പ്രസ്തുത കൽപ്പനകളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിന്റെ ഒരു പ്രവർത്തന മാതൃകയായി തീരാനും ശ്രമിക്കുന്നു. मैंने कहा അതിനാൽ लेने की जरूरत ഞാൻ പറഞ്ഞതുപോലെ हद तक നാം എത്രത്തോളം നീതിയിൽ നിലനിൽക്കുന്നുണ്ട്, हम सच्चाई पर कायम എത്രത്തോളം നാം സത്യത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതിൽ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം और अपने वालिद के खिलाफ തനിക്കെതിരിലും दुनियावी फायदे को തന്റെ പിതാവിനെതിരിലും സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഭൗതിക ലാഭത്തിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതിരുന്നതുപോലെ दावा करके ഇന്ന് നാം അദ്ദേഹവുമായി ബന്ധപ്പെടുന്നു എന്ന് വാദിച്ചുകൊണ്ട് ഈ നിലവാരം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കേണ്ടതാണ്. तो फिर അഥവാ നാം യഥാർത്ഥത്തിൽ ഈ നിലവാരത്തെ കരസ്ഥമാക്കുന്നതിനായി ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വീടുകളിൽ വിശ്വാസമില്ലായ്മയുടെ जिन घरों में ये बेतमाद അന്തരീക്ഷം എന്തുകൊണ്ട് സംജാതമായിരിക്കുന്നു എന്നത് ചിന്തിക്കേണ്ടതാണ്. ആരുടെ വീടുകളിലാണോ വിശ്വാസമില്ലായ്മയുടെ അന്തരീക്ഷം സംജാതമായിരിക്കുന്നത് അവർ പരിശോധന നടത്തട്ടെ. ഭാര്യ ഭർത്തൃബന്ധത്തിൽ സ്നേഹബന്ധം കാണുന്നില്ല, തൽഫലമായി കുട്ടികളും അസ്വസ്ഥരാണ്. पढ़ें क्यों पढ़ रही हैं, സഹോദരന്മാരുടെ ബന്ധത്തിൽ എന്തുകൊണ്ട് വിള്ളലുകൾ ഉണ്ടാകുന്നു? ദുർഭാവന കാരണത്താൽ कमी की वजह से അല്ലെങ്കിൽ സത്യസന്ധതയിൽ ന്യൂനത കാരണത്താൽ टूट रहे हैं, ബന്ധങ്ങളും തകരുകയാണ്. दोस्ती की बुनियाद पर शुरू किए गए कारोबार സൗഹൃദത്തിന്റെ അടിത്തറയിൽ ആരംഭിച്ച വ്യാപാരങ്ങൾ और मुकदमों पर क्यों मुंतज हो रहे हैं, അസന്തുഷ്ടിയിലും കേസിലേക്കും എന്തുകൊണ്ട് ചെന്നെത്തുന്നു? बात की तादाद में क्यों इजाफा हो रहा है,
ഖസായിൽ കേസുകളുടെ എണ്ണത്തിൽ എന്തുകൊണ്ട് വർധനവുണ്ടാകുന്നു? की तरफ से भी जाने लगा അല്ലെങ്കിൽ കോടതികളിലേക്ക് അഹമ്മദികളുടെ കേസുകൾ എന്തുകൊണ്ടാണ് കൂടുതലായി വരാൻ തുടങ്ങിയത്? और जाहिर ഹൃദയാവസ്ഥയിലും പ്രകടനാവസ്ഥയിലും അല്ലെങ്കിൽ വാക്കുകളിലും വൈരുദ്ധ്യമുണ്ട് എന്നത് സ്പഷ്ടമാണ്. और दूसरा തങ്ങൾക്കായി ഒരു നിലവാരവും അന്യർക്കായി മറ്റൊരു നിലവാരവുമാണ്. इस बारे में फिक्र അതിനാൽ ഓരോ അഹമ്മദിക്കും ഇതിനെക്കുറിച്ചുള്ള ചിന്ത അനിവാര്യമാണ്. खिदमत पर मजबूर അവർ ജമാഅത്തി दार है സേവനത്തിനായി നിയോഗിക്കപ്പെട്ട ഭാരവാഹിയോ അല്ലെങ്കിൽ സാധാരണ അഹമ്മദിയോ ആകട്ടെ, जो दुनिया को നമ്മുടെ മുന്നിൽ देने और सच्चाई ലോകത്തിന് നീതി നൽകുന്നതിനും का काम है സത്യം പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഈ വലിയ ഉത്തരവാദിത്വത്തെ करते हुए നാം സ്വയം സമുദ്ധാരണം നടത്തിക്കൊണ്ട് ताकि खुदा എങ്ങനെയാണ് रजा हासिल कर सके നിറവേറ്റാൻ സാധിക്കുക? और अल्लाह ताला के वादे मुताबिक അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് അവന്റെ പാപപൂർത്തിയുടെ വിരിപ്പിൽ പുതക്കപ്പെടുന്നതിനായി അള്ളാഹുവിന്റെ പക്കൽ പ്രതിഫലാർഹരായി മാറുന്നതിനായി ताला के अहकामात നിശ്ചയമായും അതിനുവേണ്ടി നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളെ ശ്രദ്ധിക്കേണ്ടതായി വരും. അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടി വരും. के खुदा ताला की ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിന്റെ സംരക്ഷണത്തെ പോലെയുള്ള മറ്റൊരു സുരക്ഷിത കോട്ടയോ और हिसार नहीं താവളമോ ഇല്ല തന്നെ. खुदा ताला की हिफाजत जैसा कोई और എന്നാൽ और हिसार नहीं അപൂർണ വാക്കുകൾ ഗുണപ്രദമാവുകയില്ല. बात फायदा नहीं पहुंचा सकती. क्या कोई कह सकता है कि जब प्यास लगी हो ദാഹിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നത് മതിയായതാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? या शिद्दत भूख से एक दाना या लुकमे അല്ലെങ്കിൽ കഠിന വിശപ്പുള്ളപ്പോൾ ഒരു മണി കൊണ്ടോ ഒരു പിടി കൊണ്ടോ വയറു നിറയുമോ? ഒരിക്കലുമില്ല. മറിച്ച് पूरा जब तक पूरा सैर होकर पानी ना पिए ഏതുവരെ ना खा ले വയറ് നിറച്ച് വെള്ളം കുടിക്കുന്നില്ലയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ലയോ സംതൃപ്തി കൈവരുന്നതല്ല. कमाल അതേപോലെ ഏതുവരെ കർമ്മങ്ങളിൽ പൂർണ്ണതയുണ്ടാകുന്നില്ലയോ होने चाहिए കരസ്ഥമാകേണ്ടുന്ന പരിണത ഫലം കരസ്ഥമാകുന്നതല്ല. नहीं कर सकते. അപര്യാപ്തമായ കർമ്മങ്ങൾ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നതല്ല. അത് और ना वो बाबरकत हो सकते हैं. अल्लाह ताला का यही वादा അത് അനുഗ്രഹീതവുമാവുകയില്ല. है कि मुवाफिक अमाल करो എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ അനുഗ്രഹം നൽകുന്നതാണെന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. हमारे जिम्मे जो दुनिया को अमन और सलामती का पैगाम पहुंचाने की जिम्मेदारी അതിനാൽ അള്ളാഹു നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം എത്തിക്കുക എന്ന കർത്തവ്യം നിറവേറ്റുന്നതിനായി എല്ലാ നിലയിലും നമുക്ക് നീതിയിൽ നിലയുറപ്പിക്കേണ്ടി വരും. बात को गहराई में जा സത്യത്തെ സ്ഥാപിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ കൽപ്പനകളെ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നീതി നിലനിൽക്കുക. उनको जान അള്ളാഹുവിനോടുള്ള കടമകളെയും ആഴത്തിൽ മനസ്സിലാക്കി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. अल्लाह ताला के तमाम अहकामात അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമ നിർവഹണത്തിലും അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളെയും ആഴത്തിൽ മനസ്സിലാക്കി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. और अपने मुआश നാം നമ്മുടെ ഭവനങ്ങളെയും സമൂഹങ്ങളെയും जन्नत नजीर बनाएं. നീതി നിലനിർത്തിക്കൊണ്ട് സ്വർഗീയമാക്കുന്നതോടൊപ്പം ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ തബ്ലീഗിന്റെ കടമയും പൂർത്തിയാക്കുന്നവരാകട്ടെ. की तालीम ലോകത്ത് യഥാർത്ഥ നീതിയെ उसे വെളിപ്പെടുത്തിക്കൊണ്ട് അതിനെ आने वाले हैं. നാശത്തിന്റെ ഗർത്തത്തിൽ പതിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുന്നവരാകട്ടെ. दुनिया बड़ी तेजी से बढ़ रही വളരെ ഭയാനകരമായ നാശത്തിലേക്കാണ് ലോകം വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. है. मुस्लिमों में इंसाफ रहा है. മുസ്ലിങ്ങളിലും നീതി ശേഷിക്കുന്നില്ല, അമുസ്ലിങ്ങളിലും നീതി ശേഷിക്കുന്നില്ല. बल्कि നീതിയില്ലെന്നു മാത്രമല്ല, गाँव को छू रहे हैं. മറിച്ച് എല്ലാവരും അക്രമത്തിന്റെ അതിർലംഘനം നടത്തുകയാണ്. അങ്ങനെയുള്ള സമയത്ത് रहने की तरफ ലോകത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനും അക്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടും നാശത്തിന്റെ ഗർത്തത്തിൽ പതിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനുള്ള പങ്ക് അഹമ്മദിയ ജമാഅത്തിന് മാത്രമേ വഹിക്കാൻ സാധിക്കുകയുള്ളൂ. दायरे में അതിനായി നാം ഓരോരുത്തരും നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. ये अमली कोशिश के साथ हमें दुआओं की तरफ भी പരിശ്രമത്തോടൊപ്പം തന്നെ ദുആയിലേക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. नाइंसाफियों और शामतें മുസ്ലിം രാഷ്ട്രങ്ങളുടെ അനീതിയും പ്രവർത്തന വൈകല്യവും अंदरूनी फसादों അവരെ में मुब्तला किया हुआ है. ആഭ്യന്തര കലഹത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നതോടൊപ്പം തന്നെ പുറമേ നിന്നുള്ള വിപത്തുകളും വളരെ വേഗത്തിൽ
അവരുടെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ്, മറിച്ച് അവരുടെ വാതിലുകളിൽ എത്തിക്കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ വളരെ ധൈര്യസമേതം നിലകൊള്ളുന്നു എന്ന് തോന്നാം. तो लापरवाह ലോകം അതിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് അജ്ഞരല്ലെങ്കിൽ തന്നെയും ऐसे में അശ്രദ്ധരാണ്. അതിനാൽ माने मसीह അത്തരുണത്തിൽ को अपने किरदार अदा മുഹമ്മദ് മസീഹിന്റെ ദാസർ തങ്ങളുടെ പങ്ക് നിർവഹിച്ചുകൊണ്ട് ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി ദുആയുടെ കടമ നിർവഹിക്കേണ്ടത് വളരെയധികം അനിവാര്യമാകുന്നു. അള്ളാഹു നമ്മെ ആ കടമ നിറവേറ്റുന്നതായി തീർക്കട്ടെ, ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. الحمد لله نحمده ونستغفره ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.